യേശു ശരിക്കും കുരിശിൽ മരിച്ചായിരുന്നോ? Did Jesus really die on the cross? ബൈബിളിലെ ഒരു ചെറിയ വിശദാംശം യോഹന്നാന്റെ സുവിശേഷം 19 34 വാക്യത്തിൽ. പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇതൊരു ഫിസിക്കൽ ഡീറ്റെയിൽ ആണ്. 100 വർഷങ്ങൾ ആളുകൾക്ക് ഇതിന്റെ യഥാർത്ഥ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ പിന്നീട് 19 നൂറ്റാണ്ടിൽ ഡോക്ടർ വില്യം സ്ട്രൗഡ് ഈ കാര്യത്തിൽ ഒരു പഠനം നടത്തി. ഈ ബ്ലഡ് ആൻഡ് വാട്ടർ എന്നത് സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. സിവിയർ ട്രോമയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ഇന്നത്തെ വൈദ്യശാസ്ത്രം പറയുന്നത് പ്ലൂറൽ എഫ്യൂഷൻ അല്ലെങ്കിൽ പെരികാർഡിയൽ എഫ്യൂഷൻ, അതായത് ലങ്സിനും ഹാർട്ടിനും ചുറ്റുമുള്ള ഫ്ലൂയിഡ് ചേർന്നാണ് സാധാരണയായി ഇത് സംഭവിക്കുന്നത്. അത്യന്തം പീഡനത്തിന് ശേഷം, അതായത് ക്രൂസിഫിക്ഷൻ പോലുള്ള അവസ്ഥയിലാണ് ഇത് നടക്കുന്നത്. പിന്നീട് ഡോക്ടർ അലക്സാണ്ടർ മെദവൽ പോലുള്ള മോഡേൺ എക്സ്പേർട്സ് പറഞ്ഞത് ഈ ബ്ലഡ് ആൻഡ് വാട്ടർ സെപ്പറേഷൻ ഒരു വ്യക്തി മരിക്കാൻ പോകുന്നതിന് മുൻപോ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷമോ ഉണ്ടാകുന്നതിന്റെ ശക്തമായ തെളിവാണ്. യോഹന്നാൻ എഴുതിയത് ഒരു കഥയല്ല, ഇത് മെഡിക്കലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ് നടത്തിയത്. അതായത് യേശു ശരിക്കും മരിച്ചിരുന്നു. ഇപ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്താണ്? യേശു ശരിക്കും മരിച്ചില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ മാറിപ്പോകും. റിസറക്ഷൻ ഓൺലി മാറ്റേഴ്സ് ഇഫ് ആൻ ആക്ച്വൽ ഡെത്ത് took place. യേശു ഫെയിൻറ്റ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഹി സർവൈവ്ഡ് സംഹൗ, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു സ്റ്റേജ്ഡ് പെർഫോമൻസ് ആയിരിക്കാം എന്നൊക്കെ പല കാര്യങ്ങളും നമ്മൾ കേട്ടു. ഇത് കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നേക്കാം, പക്ഷേ അത് ഹിസ്റ്റോറിക്കലി ആൻഡ് മെഡിക്കലി വീക്കാണ്. റോമൻ സൈനികർ എക്സിക്യൂഷനിൽ വളരെ കൃത്യമായിരുന്നു. അവർക്കൊരു തെറ്റ് സംഭവിച്ചാൽ അതിന് വലിയ ശിക്ഷയുണ്ടായിരുന്നു. അവർ ഒരിക്കലും ഒരാളെ ഓൾമോസ്റ്റ് ഡെഡായി വിട്ടിരുന്നില്ല. അതിനു മുകളിലായി ഈ ബ്ലഡ് ആൻഡ് വാട്ടർ എന്ന ഈ ഡീറ്റെയിലിംഗ് ഒരിക്കലും ഒരു ഏൻഷ്യൻ റൈറ്ററിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് മോഡേൺ മെഡിസിൻ കൺഫേം ചെയ്ത ഒരു സത്യമാണ്. അപ്പം ഇനി ഇതാണ് ചോദ്യം: ഇഫ് ജീസസ് റിയലി ഡൈഡ്, then what about the resurrection? ബൈബിളിന്റെ റിലയബിലിറ്റി, ഐ വിറ്റ്നസ് അല്ലെങ്കിൽ ഡിസൈപ്പിൾസിന്റെ ലൈഫ് അക്കൗണ്ട്, ഇവയെല്ലാം ചേർന്നാൽ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. ഇതൊരു എക്സ്ട്രാ ഓർഡിനറിയായി സംഭവിച്ച ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിനോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു മെസ്സേജും കൂടിയാണ്. മരണം അവസാനമല്ല എന്നിത് പറയുന്നു. ദുഃഖം, അനീതികൾ, നഷ്ടങ്ങൾ, ഇവയ്ക്കപ്പുറം നമുക്കൊരു പ്രത്യാശയുണ്ട് എന്നിത് പറയും. നമുക്കൊരു ട്രൂ പേർപ്പസ് ഉണ്ടെന്നും ഈ സത്യം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. Hope you guys enjoyed today's message. May God bless you and take care.